ആയും ക്യൂറിയും തമ്മിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ പറയുന്നത് ഒരിക്കലും വർക്ക് ചെയ്യുന്ന ഇടത്ത് നിന്നും ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷേ ഞാൻ അവനെ അങ്ങ് സ്നേഹിച്ചു പോയി. ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അവനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. അതുകൊണ്ട് തന്നെ എത്രയും വേഗം എനിക്ക് മറ്റൊരു ജോലിക്ക് നീ മേടിച്ചു തരണം. മാത്രമല്ല അവന്റെ അടുത്തും ഇതുപോലെ ഞാൻ ജോലി മാറുന്ന കാര്യം ഒന്നും തന്നെ പറയരുതെന്നൊക്കെ ഗ്യൂറമിനോടും പറയുന്നു. അങ്ങനെയിരിക്കെ ഈ ഒരു ഡേറ്റിങ്ങും അതുപോലെ തന്നെ ബ്രേക്കപ്പും നിന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഗ്യൂറമും അവളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയിരിക്കെ അവൾ നടന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ പറയുന്നു. ഒരു ദിവസം ആയും ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിക്കുവാനായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ ടീമിലെ ആൾക്കാർ അവളെ കൂടി ഒന്നിച്ചു വിളിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുന്നു. അവളും വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അവളുടെ എക്സ് ലവർ ആയിട്ടുള്ള ഗുക്കും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. അവളും ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നില്ല എന്ന രീതിക്കൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും അവൾ വന്നിരുന്ന് കഴിയുമ്പോൾ തന്നെ ഗുക്കും ആ ഒരു കൂട്ടത്തിൽ നിന്നുമൊക്കെ എണീറ്റ് പോകുന്നു. ഇപ്പോൾ ഗുക്കും ആയും കൂടെ ഒന്നിച്ചു നിന്നൊക്കെ സംസാരിക്കുകയാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബ്രേക്കപ്പ് ആയ കാര്യം എല്ലാവരും തന്നെ അറിയുന്നതായിരിക്കുമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നേരത്തെ തന്നെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പിന്നീട് നമ്മൾ ബ്രേക്കപ്പ് ആയെന്നും അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നൊക്കെ ഗുക്കും അവളുടെ അടുത്തൊക്കെ പറയുന്നു. പക്ഷെ അവൾ ഇപ്പോഴും അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ മീറ്റിംഗിന്റെ സമയത്ത് നീ കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ആൾക്കാർക്ക് സംശയം തോന്നിയിട്ടുണ്ടാവുക. പിന്നെ ആരെങ്കിലും സംശയം തോന്നി നിന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ നീ ഒരിക്കലും അതൊന്നും തന്നെ അംഗീകരിച്ച് കൊടുത്തേക്കരുത്. പിന്നെ ഞാൻ ഇപ്പോൾ പോകാം, ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നീ പതിയെ വന്നാലും മതി, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് സംസാരിച്ചു നിൽക്കുകയായിരുന്നു എന്ന് ആർക്കും സംശയം തോന്നുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മുന്നേ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ ടീം ലീഡറും അവളുടെ അടുത്ത് വന്ന ഒരു കാര്യമൊക്കെ പറയുന്നത്. അടുത്ത പ്രൊജക്റ്റില് നീയും ഗോക്കും കൂടി ഒന്നിച്ച് വേണം നിൽക്കുവാനായിട്ട്. നിനക്കോ അല്ലെങ്കിൽ അവനോ താല്പര്യമില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും ഞങ്ങൾ തയ്യാറാണ്. വേദന എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ അതൊരിക്കലും വർക്കുമായിട്ട് കൂട്ടി യോജിപ്പിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീം ലീഡർ നിൽക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായെന്നൊക്കെ അവൾക്ക് മനസ്സിലാവുകയാണ്. ജിയോണെ വു വിളിപ്പിക്കുകയാണ് മിനിസ്ട്രി ഓഫ് എക്കോണമി ആൻഡ് ഫിനാൻസിന്റെ കീഴിലുള്ള കൊറിയൻ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിലേക്ക്. അവര് ഒരാൾക്ക് നിയമനമൊക്കെ കൊടുക്കുവാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ വെറുതെ ഒരാളെ നിയമിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ അവർ ഫേമസ് ആയിട്ടുള്ള ഒരു ഹെഡ് ഹണ്ടിങ് കമ്പനീനെയൊക്കെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കും. ആ കമ്പനി വേണം ഒരാളെ സെലക്ട് ചെയ്തൊക്കെ കൊടുക്കുവാൻ. എന്റെ കയ്യിൽ ഈ ഒരു ജോലിക്ക് പറ്റിയ ഒരു വ്യക്തിയൊക്കെ ഉണ്ട്. നിനക്കും ഇയാളെ ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ നീ ഇയാളുടെ പേരൊക്കെ വേണം അവർക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ആളെ സെലക്ട് ചെയ്യുവാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർ തീരുമാനിച്ചോളും. അതും എന്റെ ആൾക്കാർ തന്നെയാണ്. നീയും എനിക്ക് വേണ്ടി ഇത് ചെയ്യുകയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോവും അയാളുടെ റെസ്യൂമൊക്കെ അവളുടെ മുമ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പോലത്തെ കമ്പനീസ് ഒരിക്കലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു ജോലിക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നത് ഞങ്ങളുടെ ദൗത്യമാണ്. എങ്കിൽ പോലും മുൻകൂട്ടി നിശ്ചയിച്ച ആളെയൊക്കെ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊരിക്കലും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നീയും ഈ ഒരു കമ്പനിയിലേക്ക് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊരിക്കലും വെറുതെ ആവുകയില്ല. നമ്മുടെ കമ്പനി ഞാൻ എന്റേതായിട്ടുള്ള രീതിക്കൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ ജിയോണും പറയുന്നു. പക്ഷെ അത് വൂവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് കരിയർ വേയുടെ ഹൈജിനും ഇപ്പോൾ വൂവിനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നത്. വുവിന്റെ മനസ്സിൽ ഇതുപോലത്തെ ഒരാൾക്ക് ജോലി കൊടുക്കണമെന്നുണ്ടെന്നൊക്കെ അവൾക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ നീ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യമൊക്കെ ചെയ്തു തരുവാനായിട്ട് ഞാൻ തയ്യാറാണ്. വു പറയുന്ന ആൾക്ക് എന്റെ സ്കിൽസ് ഒക്കെ വെച്ചിട്ട് ഞാനും ജോലി മേടിച്ചു കൊടുക്കാം. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് ജിയോന്റെ കമ്പനി ആയിട്ടുള്ള പീപ്പിൾസ് ആണ് വേണ്ടത്. ജിയോന്റെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഒക്കെ ഉള്ളത് നിങ്ങൾക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതനുസരിച്ചായിരിക്കും ആ ഒരു കമ്പനി മുന്നോട്ട് പോവുക. നിങ്ങളും എനിക്ക് ജിയോണിനേക്കാളും കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് ജിയോയുടെ കമ്പനിക്ക് എനിക്ക് നൽകണം. ആ ഒറ്റ കണ്ടീഷൻ മാത്രമാണ് എനിക്കുള്ളതെന്നൊക്കെ ഹൈജിനും തുറന്നു പറയുന്നു. ആയുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന ഗുക്ക് ഇപ്പോൾ ഗ്യൂറിമിനെ ഒരുപാട് തവണയായിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗ്യൂറിമും ഫോണൊക്കെ എടുക്കാതൊക്കെ ഇരിക്കുന്നു. വർക്ക് ചെയ്യുന്ന ഇടത്തുള്ള ഡേറ്റിംഗ് ഒക്കെ ഇല്ലീഗൽ ആക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മനസമാധാനമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഗ്യൂറിൻ സംസാരിക്കുമ്പോഴത്തേക്കും ഉൺഹോയും അവന്റെ അഭിപ്രായമൊക്കെ പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഇതിനു മുമ്പ് വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ക്യുങ്ഹയും ഉൺഹോയോട് ചോദിക്കുന്നു. പക്ഷേ ഉൺഹോ അതിന് മറുപടിയൊക്കെ പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു ഇവർ പറയുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കുവാനായിട്ട് ജിയോണും ഇവരുടെ പിന്നിൽ തന്നെ നിൽപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. പക്ഷെ ജിയോണും ഇത് ശ്രദ്ധിക്കുകയാണെന്നൊന്നും തന്നെ അവർ കരുതാതിരിക്കുവാനായിട്ട് അവളും ഒരു ഫയലൊക്കെ അന്വേഷിച്ചു വന്നതാണെന്ന് പറഞ്ഞ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫയലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു.
ജിയോണും ഒരു മീറ്റിംഗിലൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ പോലും ജിയോന്റെ ശ്രദ്ധ എല്ലാം തന്നെ വെളിയിലായിരുന്നു. ഉൺഹോയും വർക്ക് സ്ഥലത്ത് വെച്ചുള്ള ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. സോ ഉൺഹോ എന്താണ് പറയുന്നതെന്ന് അറിയുവാനായിട്ടായിരുന്നു ജിയോൺ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉൺഹോ അവന്റെ അഭിപ്രായമൊക്കെ പറയുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനിടയ്ക്ക് മറ്റൊരാളൊക്കെ വന്ന് നിന്ന് ഫോണൊക്കെ ചെയ്യുന്നു. പിന്നീട് ആൾ ഫോൺ കോളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കുമാണ് ഉൺഹോയും പറയുവാൻ വന്ന കാര്യം എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്ന കാര്യം ജിയോണും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ എന്താണ് ഉൺഹ പറഞ്ഞതെന്നൊന്നും തന്നെ തനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചൊക്കെ ജിയോൺ നിൽക്കുന്നു. മിയയും ജംഗ്ഹോണും ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ജിയോന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ജിയോൺ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ജിയോണും ഓരോരോ സംശയങ്ങളൊക്കെ മിയയുടെ ജംഗ്ഹോണിന്റെയും അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കുമാണ് അവളും ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നത്. അവരും അതിനെക്കുറിച്ചൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവളും വെളിയിൽ മറ്റൊരു മീറ്റിംഗിന് വേണ്ടിയൊക്കെ പോകുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് അവളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴായിരുന്നു കമ്പനിയുടെ റിപ്പോർട്ടൊന്നും എടുത്തിട്ടില്ല എന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അവളും ഉൺഹോയുടെ അടുത്ത് അത് കൊണ്ടുവരുവാനായിട്ടൊക്കെ പറയുകയാണ്. ഉൺഹോയും അതൊക്കെ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു കുട്ടി വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവനും ആ കുട്ടീനെയൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട്. കൂടാതെ അവൻ നടന്നു വരുന്നതെല്ലാം തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ജിയോണും. പിന്നീട് ഓഫീസിലെത്തുന്ന സമയത്തും കൃത്യമായി ഒന്നും തന്നെ വർക്ക് ചെയ്യുവാനായിട്ട് ജിയോണ് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജിയോണും എപ്പോഴും ഉൺഹോനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ മിയയുടെ അടുത്ത് ചെന്നതിന് ശേഷം ഇനി മുതൽ എനിക്ക് ഉൺഹോനെ വേണ്ട, മറ്റൊരു സെക്രട്ടറിനെയൊക്കെ തന്നാൽ മതി എന്നൊക്കെ ജിയോണും പറയുകയാണ്. നിന്റെ കാര്യം നോക്കുവാനായിട്ടാണ് ഉൺഹോ വന്നത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ അവൻ എല്ലാവരുടെയും കാര്യം നോക്കുന്നുണ്ട്. നീ വളരെ അശ്രദ്ധമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ നിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നിൽക്കുവാനായിട്ട് ഒരാൾ വേണം. നീ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലാണ്. അതൊക്കെ മനസ്സിലാക്കി വേണം അയാൾ നിൽക്കുവാനായിട്ടും. എന്തുകൊണ്ടും നിനക്ക് യോജിച്ച ആൾ ഉൺഹോ തന്നെയാണെന്നൊക്കെ മിയായി പറയുമ്പോഴത്തേക്കും ഉൺഹോ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യ്. എന്റെ സെക്രട്ടറി എന്നല്ലാതെ അതിലും വലിയ എന്തെങ്കിലും ഒരു പദവി ഉണ്ടെങ്കിൽ അതൊക്കെ അവന് കൊടുക്ക്. എന്നിട്ട് എനിക്ക് മറ്റൊരു സെക്രട്ടറിനെ താ എന്നൊക്കെ പറഞ്ഞ് ജിയോണ് നിൽക്കുന്നു. എന്നാ ഒരു കാര്യം ചെയ്യ്. എന്തിനാണ് ഉൺഹോനെ മാറ്റുന്നതെന്നെങ്കിലും നീ എന്നോട് പറയാന്നൊക്കെ മിയായി പറയുമ്പോഴത്തേക്കും എന്താണ് കാര്യമെന്നൊന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കാതെ ജിയോണും പോവുകയാണ്. പുതിയൊരു സെക്രട്ടറിനൊക്കെ വേണമെന്ന് ജിയോൺ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ മിയയും ഉൺഹോയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉൺഹോയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടായതായിട്ട് അറിയുകയില്ല. അങ്ങനെ ഇരിക്കെ ജിയോണിനെ തിരിച്ച് വീടിന് മുമ്പിലൊക്കെ കൊണ്ടാക്കുന്ന സമയത്ത് നിനക്ക് പുതിയ സെക്രട്ടറിനൊക്കെ വേണമെന്ന് മിയ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. അതൊക്കെ തിരുത്തുവാനായിട്ട് ഞാനും തയ്യാറാണ്. എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനും ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹോ നിൽക്കുമ്പോഴത്തേക്കും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രശ്നം എന്റേതാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കിൽ ഒന്നും തന്നെ ഫോക്കസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പണ്ടത്തെ ആളെ അല്ല. ഇതെല്ലാം തന്നെ എന്റെ മാത്രം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഞാൻ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുവാനായിട്ടായിരുന്നു നിന്നെ മാറ്റുവാനായിട്ടൊക്കെ ഞാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവളും പോവുകയാണ്. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.